ഇനി തിരുവനന്തപുരം വലിയ തുറയിലേക്കാണ്. ഈ മഴ പെയ്ത് തോർന്നാൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. മഴ തോരുമായിരിക്കും, പക്ഷേ ദുരിതം അവസാനിക്കില്ല. പറയട്ടെ, അതാണിപ്പോൾ ഞെളിയൻ പറമ്പിൽ നമ്മൾ കണ്ടത്. ഇനി വലിയ തുറയിലേക്കാണ്. അതിശക്തമായ തിരയിൽ വലിയ തുറ പാലം വീണ്ടും പൊളിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ. ട്രോളിംഗ് സമയത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്ന പാലം പൊളിഞ്ഞിട്ടും നടപടിയെടുക്കുന്നില്ല. ഒരാഴ്ചയായി തുടരുന്ന വൻ തിരകളേറ്റ് രണ്ടായി പിളർന്നിരുന്ന വലിയതുറ കടൽപ്പാലത്തിന്റെ ഒരു ഭാഗം കൂടി കടലിൽ പതിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയുണ്ടായ വൻ തിരയിലാണ് പിളർന്നിരുന്നതും തീരത്തിനടുത്തുള്ളതുമായ കടൽപ്പാലത്തിന്റെ ഭാഗം അടർന്ന് കടലിൽ വീണത്. 2024 മാർച്ചിലാണ് തിരയടിച്ച് വളഞ്ഞുപോയ പാലം രണ്ടായി പിളർന്നു മാറിയത്. ഇതേ നിലയിലുണ്ടായിരുന്ന പാലത്തിന്റെ ശേഷിച്ച മുൻഭാഗത്തിന്റെ ഒരറ്റമാണ് കഴിഞ്ഞ ദിവസം കടലിലേക്ക് വീണത്. വൻ തിരകളുടെ സാന്നിധ്യം കൂടിയാൽ വലിയതുറ കടൽപ്പാലം ഓർമ്മയാകുമെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കണം, പാലം ഒടിഞ്ഞത്. പാലം ഇങ്ങനെ കുറച്ചിങ്ങനെ ഒടിഞ്ഞ് അങ്ങ് പോയി. അപ്പം അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തിരമാല വന്നു കഴിഞ്ഞാൽ ആ പാലം പോകും ഞങ്ങൾക്ക്. അപ്പോൾ എന്തെങ്കിലും ഇവിടെ ആൽബർ ഇടുമെന്ന് പറഞ്ഞു. അത് ഇതുവരെ ഇട്ടില്ല. അതിൻ്റെ ഒരു തീരുമാനമൊന്നും ആയില്ല. അപ്പം ചിലർ പറയുന്നത് അത് ഇത് ഇടും. അപ്പം അത് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നന്നായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതപ്പഴപ്പ് കിട്ടിയെങ്കിൽ. ഒരുപാട് വീടുകൾ പോയി കടൽ ഈ ക്ഷോഭത്തിൽ. അപ്പം എല്ലാം കൂടെ ആയപ്പോൾ ബുദ്ധിമുട്ടായി മോളെ. അപ്പോൾ പാലയില്ലെങ്കിൽ ആൽബറെങ്കിലും വരണം. എന്തെങ്കിലും ഇവിടെ വന്നേ പറ്റൂ. സ്വകാര്യ പങ്കാളിത്തത്തോടെ വലിയതുറ പാലത്തിന്റെ പൈതൃകം നിലനിർത്തി സംരക്ഷിക്കുമെന്ന് മാരിടൈം ബോർഡിന്റെ വാഗ്ദാനവും പാഴായി. വിനോദസഞ്ചാരത്തിന് ഉതകുന്ന തരത്തിലാകും പദ്ധതിയെന്നും സൂചിപ്പിച്ചിരുന്നു. എന്നാൽ പാലത്തിന്റെ സംരക്ഷണത്തിൽ സർക്കാർ വേണ്ടത്ര നിലപാട് സ്വീകരിക്കാത്തതാണ് തിരുവനന്തപുരത്തെ തീരപ്രദേശത്തെ സംരക്ഷിത സ്മാരകമായ രാജതുറൈ പാലമെന്ന വലിയതുറ കടൽപ്പാലം നാമാവശേഷമാകുന്നത്. ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ പാലം കൊണ്ട് എത്രയും ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. ഇത്രയും വയസ്സുന്ന ജനങ്ങൾ ഇവിടെ ഈ പാലം കൊണ്ടാണ് ചിലപ്പോൾ വൈകിട്ട് വരുന്ന കാപ്പുടിക്കാനോ കൂട്ടാനോ ഞങ്ങളെ പോലെ ഉള്ളവരിപ്പോൾ പോകുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഒരു ഗതിയില്ല. ഒരു മാസത്തിൽ കൂടുതലായി ഇവിടെ നമ്മൾ ജോലിക്കൊന്നും പോകാതെ ഈ രണ്ട് പാറിനപ്പോൾ അങ്ങിങ്ങ് മാറി തിരിച്ചും വരുമ്പോൾ ഞങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ചെയ്തു തരാം. അവർ പറയും ഞങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ചെയ്തു തരാം. ഈ മേടിച്ചിട്ട് പോകണമല്ലാതെ ഇവിടെ ആർക്കും ഒന്നും ചെയ്യില്ലായിരുന്നു. 2021 മെയ്യിലായിരുന്നു ശക്തമായ തിരയേറ്റ് പാലത്തിന്റെ മുൻഭാഗത്തുള്ള 50 മീറ്ററോളം ഭാഗം വളഞ്ഞുപോയത്. മുൻഭാഗത്തെ താങ്ങി നിർത്തുന്ന 14 തൂണുകൾക്ക് ബലക്ഷയമുണ്ടായിരുന്നു. തിരയേറ്റ് തൂണുകളുടെ അടിഭാഗത്തുള്ള മണ്ണ് ഇളകിപ്പോയതിനെ തുടർന്ന് ഇവ ആടിയുലയുന്ന നിലയിലായിരുന്നു. തുടർന്ന് 2024 മാർച്ച് രാവിലെ 8ഓടെ പാലത്തിന്റെ വളഞ്ഞ ഭാഗം തിരയടിയിൽ രണ്ടായി പിളർന്നു മാറുകയായിരുന്നു. 4 കോടി രൂപ മുടക്കി തകർന്ന ഭാഗം പുനർനിർമ്മിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ അതെങ്ങും എത്തിയില്ല. പാലത്തിന്റെ ശേഷിക്കുന്ന ഭാഗവും വലിയ തിരമാലകൾ അടിച്ചു കയറുന്നതോടെ കടലിൽ പതിച്ചേക്കുമെന്ന ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും. ജനം, തിരുവനന്തപുരം.